മാർവെലിനെ രക്ഷിക്കാനെത്തിയ മാർവൽ ജീസസ്. ഒരു കൊച്ചു കഥ. ആ കഥയെ വലുതാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായി അവിടെ ഇവിടെ വരുന്ന ചില പ്ലാനുകൾ, കൂടെ കിടിലൻ ആക്ഷനും വാരിക്കോരി കുറെ ക്യാമിയോസും. ഇതാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. അവസാനം ഇറങ്ങിയ മാർവൽ സിനിമകൾ വെച്ച് നോക്കിയാൽ തമ്മിൽ ഭേദമാണ് ഈ ഡെഡ്പൂൾ ചിത്രം. നോവേ ഹോം പോലെ ഒരു വിന്റേജ് ട്രിബ്യൂട്ട് ഫ്ലിക്ക്. ഈ ഫേസിലെ മറ്റു ചിത്രങ്ങളെ പോലെ ലോഗി, ഡോക്ടർ സ്ട്രേഞ്ച് എലമെന്റ്സ് ഇതിലും ഒരു പ്രധാന കോമൺ ഫാക്ടറാണ്. വോൾവറിനെ പോലെ മറ്റു പല പഴയ ക്യാരക്ടേഴ്സിനെയും പുതുതായി കൊണ്ടുവരുമ്പോൾ മാർവൽ ഫാൻസിന് എന്നാൽ ഇതൊരു ആഘോഷ ചിത്രമാണ്. തുടക്കം മുതലൊടുക്കം വരെയും ഡെഡ്പൂളും വോൾവറിനും നയിക്കുന്ന പൊളപ്പൻ ആക്ഷൻ ബ്ലോക്കുകൾ കാണാം. തിയേറ്റർ എക്സ്പീരിയൻസിന് ഇത് തന്നെ ധാരാളം. വെർബൽ ഹ്യൂമർ കിങ് ആയ ഡെഡ്പൂൾ ഡിസ്നിയും മുതൽ കെവിൻ ഫെയ്ജിനെയും മാർവൽ അവസ്ഥയും വരെ അറഞ്ചും പുറച്ചും ട്രോളുന്നത് വളരെ രസകരമാണ്. കഥാനായകന്മാർ ഇരുവരും ആദ്യമായി ഒന്നിക്കുന്നത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ പറയാനും കേൾക്കാനുമുണ്ട്. ഈ വാക്കിംഗ് ആൻഡ് ടോക്കിംഗ് സീനുകൾ ചിലയിടങ്ങളിൽ വലിച്ചങ്ങ് നീട്ടുന്നുണ്ട്. ഒരുപിടി ക്യാമിയോ സർപ്രൈസുകളും സറ്റയർ ഡെഡ്പാൻ കോമഡിയുമുള്ള ഒരു ആക്ഷൻ എൻ്റർടൈനർ. ഇതാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ.